നിശീതിനിയുടെ നിശബ്ദതയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു പ്രഭാതം കൂടി വന്നെത്തിയിരുന്നപ്പോൾ നമ്മുടെ കഥാനായിക അടുക്കളയിൽ കയറി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കുത്തി ആലോചിച്ചിരുന്നപ്പോഴാണ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിപ്പൊടിയുമായി പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാരെയൊക്കെ നമ്മൾ തുറന്നു വിട്ടിരുന്നു. അവന്മാർ മുറ്റത്തൂടെ തേരപ്പാറക്കറി നടക്കുന്നു. എന്ത് ചെയ്യണം, ആരെ കൊത്തണം, ആരെ ഇന്ന് ഞങ്ങൾ വെല്ലുവിളിക്കും എന്ന ഒരു വാശിയോടെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ വഴുതന ചെടിയിലൊക്കെ ആണെങ്കിലോ കായ്കളൊക്കെ പഴുത്തിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളത് പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും, അതിനോട് വിട ചൊല്ലിട്ടിരിക്കുന്നത്. പിന്നെ കുറേ പട്ടികളാണെങ്കിലോ അവിടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു പട്ടികളുണ്ടേ, ഒക്കെ ഇങ്ങനെ കയറി നടക്കുന്നു. അവർ പിന്നെ നമ്മുടെ ചെടിയിൽ പൂ പിടിക്കുന്നില്ല. പൂ പിടിക്കാത്ത ചെടിയാണ്. അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അതിനെ അവർ അലങ്കരിച്ചു. ഇതൊന്നും അറിയാതെ നമ്മുടെ റോക്കിക്കുട്ടനാണെങ്കിലോ മയക്കത്തിലാണ്. എന്ത് ചെയ്യും അവന്? അതൊക്കെ കണ്ടിട്ട് എവിടെ നിന്നോ ഒരു വീണ ഒരു പഴയ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ബാധയാണ്. അതിങ്ങനെ പൊട്ടിപ്പിളർന്ന് കിടക്കുന്നു. പിന്നെ വീണ്ടും നമ്മുടെ കഥാനായിക മുറ്റത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഇങ്ങനെ എല്ലാവരെയും നോക്കി ചിരിക്കുന്നു. പിന്നെ അപ്പം നമ്മുടെ കഥാനായകനാണെങ്കിലോ അവിടെ കുറച്ച് വിറകുകളൊക്കെ വെട്ടി ഒതുക്കുകയാണ്. അപ്പം നമ്മളെ വിളിക്കുന്നുണ്ട്, ഒന്ന് സഹായിക്കുമോ, ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇല്ല. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഒരു ദിവസത്തെ മൊത്തം പ്രവർത്തനവും കൈകളിലെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു. എന്താണെന്നോ എന്തിനാണോ ജീവിക്കുന്നതെന്നുള്ള ഒരു മോട്ടിവേഷനോ മറ്റൊന്നും ചിലപ്പോൾ ഒന്നും ഓർക്കത്തില്ല. ചില ദിവസം അറിയാതെ അങ്ങനെയൊക്കെ ജീവിച്ചു പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ കരിയിലകൾക്കൊക്കെ തീയിടുന്നതാണ്. അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ. എങ്കിലും നമ്മൾ വെറുതെ വിട്ടുകൊടുത്തില്ല, തീയിട്ടൊക്കെ കത്തിച്ചു കൊടുത്തു. അങ്ങനെ കിടക്കട്ടെ.